ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോകുന്നത് എവിടേക്കാണെന്നറിയോ? എനിക്കൊരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്ക് പോകുന്നതാണ്. ഈ ഷോപ്പ് വരുന്നത് കണ്ണാടിപ്പറമ്പ് തന്നെയാണ്. കണ്ണാടിപ്പറമ്പ് തെരുവത്ത് ദുബായ് ഗോൾഡിൻ്റെ നേരെ ബാക്കിലായിട്ട് വരും. അവിടെ പോയാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കേട്ടോ. ഇവിടാന്ന് വെച്ചാൽ ക്രാഫ്റ്റിന്റെ A to Z ഐറ്റംസ് അവൈലബിൾ ആണ്. പല ടൈപ്സ് ഓഫ് ബോക്സസ്, ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ആണെങ്കിൽ പറയേ വേണ്ട, A to Z ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അതും അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളവിടെ പോവാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് എന്തൊക്കെ സാധനങ്ങൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങണം, നമുക്ക് ഫ്രെയിംസ് ഒക്കെ ഏതെല്ലാം റേറ്റിൽ സെയിലാക്കാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാമ്പേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ലാഭം കിട്ടും, ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ നമ്മൾ ഓർഡർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ആദ്യം നമുക്ക് ഫ്രെയിംസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ സൈസിൽ ഫ്രെയിംസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്രെയിംസിന് ഞാനിപ്പോൾ വാങ്ങുന്ന റേറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. A4ന് 460 റേറ്റും A5ന് 360 റേറ്റുമാണ്. അങ്ങനെ ഓരോ സൈസ് കുറയും തോറും 100 വെച്ചിട്ട് ഞാൻ കുറച്ചിട്ടാണ് സെയിലാക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റൂ അത്രയും റേറ്റ് കുറച്ചിട്ട് വേണം ഫ്രെയിംസ് എല്ലാം സെയിലാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം കുറച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫ്രെയിംസിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ബോക്സിൻ്റെ റേറ്റ് നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവും. നമുക്ക് വേണ്ടത് ബഡ്ജറ്റ് നമ്മൾ കൂട്ടിയിട്ട് ഫ്രെയിംസും ബോക്സസ് എല്ലാം സെയിലാക്കുമ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് കുറച്ച് മാത്രം ഉണ്ടാവും. പിന്നെ നമുക്ക് അവർ ഓർഡർ തരണമെന്നുമില്ല. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര റേറ്റ് കുറക്കാൻ പറ്റും അത്രയും കുറച്ച് നമ്മൾ ലാഭം എടുക്കണം കേട്ടോ. ലാഭം എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് നമുക്ക് ലാഭം വേണം. അപ്പം അതും കഴിച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഫ്രെയിംസും ബോക്സസ് എല്ലാം സെയിലാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഒരിക്കലും ചാടി കയറി ഇന്ന റേറ്റിൽ ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. റേറ്റ് പറയണ്ടെന്നല്ല, നമ്മൾ ഒരിക്കലും ഫിക്സ്ഡ് റേറ്റ് പറയാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ പറയാം, ഒരു 1000-ൻ്റെ ഉള്ളിൽ സെറ്റാക്കി തരാം, അല്ലെങ്കിൽ 2000-ൻ്റെ ഉള്ളിൽ സെറ്റാക്കി തരാം. അങ്ങനെ ഒരു നിശ്ചിതമായ രീതിയിലുള്ള കണക്കുകൾ മാത്രം പറയാം. ഒരിക്കലും ഫിക്സ്ഡ് റേറ്റ് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെ വിചാരിച്ചെടുത്ത് ഒരിക്കലും റേറ്റ് നിൽക്കൂല. 1000-ന് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ചിലവാകുന്നത് 1500 അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫിക്സ്ഡ് റേറ്റ് ഒരിക്കലും പറയാൻ പാടില്ല. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ലാഭം ഉണ്ടാവുന്ന. ഞാനെങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റേറ്റ് പറയലെന്ന് വെച്ചാൽ, ഞാൻ ആ സാധനം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ റേറ്റ് പറയൽ. ഞാൻ 1 ഹവറാണ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 200 റുപ്പീസ് അവരുടെ അടുത്തുനിന്ന് വാങ്ങും. അതാണ് എൻ്റെ പ്രോഫിറ്റ്. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഹവേഴ്സ് വെച്ചിട്ടാണ് പ്രോഫിറ്റ് എടുക്കുന്നത്. ഇത് എല്ലാത്തിലും ഇങ്ങനെയല്ല കേട്ടോ. ഞാനിത് എൻഗേജ്മെൻറ്റിൻ്റെ കേസസിൽ മാത്രമാണ് ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ഭംഗിയാക്കി ചെയ്ത് കൊടുത്താൽ അവരെ വകയിൽ നമുക്ക് ടിപ്പും കിട്ടും. നമ്മൾ എത്ര അടിപൊളിയാക്കി കൊടുക്കാൻ പറ്റും അത്രയും നമുക്ക് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടിപ്പും കിട്ടും. ഞാനൊക്കെ അങ്ങനെ ഒരുപാട് ടിപ്പ് കിട്ടിയിട്ടുണ്ട് എൻ്റെ വർക്ക്സ് കണ്ടിട്ട്. ബാക്കിയുള്ള ഓർഡേഴ്സിലാണെങ്കിൽ നമ്മളിപ്പം എങ്ങനെ സെയിലാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസും ഒക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരോട് നിങ്ങൾ റേറ്റ് ചോദിക്കുക. നിങ്ങൾ ഈ ഇന്ന സാധനത്തിന് എത്ര റേറ്റാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതിനെക്കാട്ടി ഒരു 50 റുപ്പീസ് നമ്മൾ കുറച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലും കുറേ ടൈപ്സ് ഓഫ് ബോക്സസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ മേക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. എൻ്റെ ഒരു കേസിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ബട്ട് നമുക്ക് ലാഭം ഉണ്ടാകുക ഫോം ബോണ്ടിനെ കൊണ്ട് ബോക്സസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജും അതിൻ്റെ എടുക്കുക. പിന്നെ അതിൻ്റെ ആക്സസറീസ് വാങ്ങാൻ നമുക്ക് അത്രേ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ കഴിവിനനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ആ അവർ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ബോണ്ടിനെ കൊണ്ട് ബോക്സസ് ഉണ്ടാക്കാം. അതിൻ്റെക്കാണ് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുക. നെക്സ്റ്റ് നമുക്ക് സേവ് ദ ഡേറ്റ് വീഡിയോസിനെ പറ്റി പറയാം. സേവ് ദ ഡേറ്റ് വീഡിയോസിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഇതുപോലുള്ള ഷോപ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് വാങ്ങി വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കുറച്ച് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബാക്ക് ഡ്രോപ്പാണ്, പിന്നെ ഫ്ലഡ് ക്ലോത്ത്, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ കാൻഡിൽസ്. അത്രയും മതിയാവും കേട്ടോ ഫസ്റ്റ് തന്നെയാണെങ്കിൽ. പിന്നെ നമുക്ക് സേവ് ദ ഡേറ്റ് ചെയ്ത് പൈസ കിട്ടുമ്പോൾ ആ പൈസനെ കൊണ്ട് ഓരോ സാധനങ്ങളും നമുക്കിങ്ങനെ വാങ്ങി എടുക്കാം.
പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പേജ്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. എന്നിട്ട് വേണം നമ്മൾ വർക്ക്സ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം അവർക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വർക്ക്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓർഡർ വന്നുകൊണ്ടേ ഇരിക്കും. ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ, കുറച്ചൊരു ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം എന്ത് ജോബിന് പോയാലും ആദ്യം കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഇതിനും കുറച്ച് കഷ്ടപ്പാടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉയർച്ചയിലെത്താനൊന്നും പറ്റൂല. പിന്നെ നമുക്കിത് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളിലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് തന്നെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഞാനൊക്കെ ഇതിനെപ്പറ്റി A to Z അറിയാത്തൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറേ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ ഞാൻ അതിനേക്കുള്ള റീപ്ലൈ തരുന്നതായിരിക്കും. ഈ ഷോപ്പ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ കണ്ണാടിപ്പറമ്പ് തെരുവത്ത് ബെസ്റ്റ് ബൈ ക്രാഫ്റ്റ്. നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പാണ്. ഞാൻ ഇവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.